Hello friends, welcome to my channel. ഇന്ന് അരിപ്പൊടി വെച്ചിട്ട് ഇൻസ്റ്റൻറ്റ് പാലപ്പം റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു പൊട്ടാറ്റോയുടെ ഒരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. പാലപ്പത്തിന് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണത്. പച്ചരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 2 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. 1 സവാള, 2 തക്കാളി, 2 ഉരുളൻകിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി റെഡിയാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഈ കറിയിലേക്കുള്ള ഐറ്റംസൊക്കെ തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഈ മാവ് റെസ്റ്റ് ചെയ്യണ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ വെജിറ്റബിൾസും അതേപോലെ തന്നെ കുറച്ച് തേങ്ങയൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണല്ലോ. ഇനി ഇതൊക്കെ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഒരു 2 വിസിൽ അല്ലെങ്കിൽ ഒരു 3 വിസിൽ, അതിന് ശേഷം ഇത് ഓഫ് ചെയ്യുക കേട്ടോ. ഈ കറിയിലേക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് വേപ്പില, കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിനി ഈ കറി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞോളൂ കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് ഇളക്കണ്ട, ഒന്നിങ്ങനെ സൈഡിലൊക്കെ ഒന്ന് തിളങ്ങനെ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ വറവിട്ടത് ഇട്ട് കൊടുക്കുക. കറി റെഡി ആയിട്ടോ. ഇനി അപ്പം ഉണ്ടാക്കി തുടങ്ങാം.
മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ടൈം ഇപ്പോൾ ഒരുപാടായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ട് ഒന്ന് താന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ചൂടായ ചട്ടിയിലേക്ക് ഒരു 1.5 തവി അല്ലെങ്കിൽ ഒരു 1.25 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് ഹോൾസ് ഒക്കെ വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഈ പാലപ്പത്തിന്റെ ഈ റെസിപ്പി ഉണ്ടല്ലോ, ഈ അരിപ്പൊടി വെച്ചിട്ടുള്ള, അത് നമുക്ക് തലേ ദിവസം നൈറ്റിൽ നമുക്ക് ചെയ്തു വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി. അതുപോലെ തന്നെ സാദാ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ എപ്പോഴും ഒന്ന് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാവ് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും പിന്നെയും യൂസ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളതും ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഈ ചട്ടിക്ക് കുറച്ച് പഴക്കമുള്ള കാരണം തോന്നുന്നു എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിയ ചട്ടിയാണെങ്കിൽ അങ്ങനെ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിൽ അരി അരച്ചിട്ടുള്ള പാലപ്പാണെങ്കിലും അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള പാലപ്പാണെങ്കിലും നമ്മൾ തലേ ദിവസം സെറ്റാക്കി വെക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അതുപോലെ തന്നെ കറിയിലേക്കുള്ള ഐറ്റംസൊക്കെ തലേ ദിവസം തന്നെ സെറ്റാക്കി വെക്കുക. ഇപ്പോൾ സ്കൂളുള്ള ദിവസമാണെങ്കിലും അതുപോലെ ജോലിക്കാരാണെങ്കിലും അവർക്കത് നല്ല യൂസ്ഫുൾ ആവും. നല്ല സൂപ്പർ പാലപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതിലേക്ക് കാണിച്ച കറി അതെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ചെറിയൊരു മേക്ക് ഓവർ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഒരു ചെറിയൊരു ഭാഗം. അപ്പോൾ റൂമിൻ്റെ അപ്പുറം ബാത്റൂം ആയ കാരണം അവിടെ ലീക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ചുമരിനൊരു കളറ്. അപ്പോൾ ഞങ്ങൾ അവിടെ വാൾപേപ്പർ വാങ്ങിച്ചിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ ഫെവിക്കോളിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുമരിന്. എന്നിട്ടാണ് കേട്ടോ ഇത് ഒട്ടിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് കേട്ടത്. ഒരു ടൈമിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ആ ടൈമിൽ വാങ്ങിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ 2 റോളായിട്ട് തന്നെ ഇഷ്ടം പോലെയാണ് കേട്ടോ, ഒരുപാടുണ്ട്. ഇനി ഈ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടോളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.